ഇന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. വേറെ എവിടെയല്ല, വടകര പോയിട്ട് ഒന്ന് ഫാമിലി പോകണം. ഫാമിലിയിൽ പോയാൽ എന്താണ്, ഡ്രസ്സ് എടുക്കാൻ തന്നെ, വേറെ ഒന്നുമല്ല. ഇന്നൊരു വിശേഷമുണ്ട്. ഇന്ന് ഞങ്ങളെ അൽഷുമോളെ ആലുമോളെയും ചേച്ചീൻ്റെ ബർത്ത്ഡേ ആണ്. ചേച്ചിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നല്ലേ? ഓക്കെ, ബൈ. ചേച്ചിക്ക് അറിഞ്ഞൂടെ ചേച്ചിക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് അല്ലേ? ഈ ചൂടിന് ഹെൽമെറ്റ് വെക്കൽ വല്ലാത്തൊരു പണിയാണ്. പക്ഷേ നമുക്ക് സേഫ്റ്റിയുടെ കാര്യം ആലോചിക്കുമ്പോൾ വെക്കാതിരിക്കാനും പറ്റില്ല. പിന്നെ മുടി കൊഴിച്ചിൽ, തല മൊത്തം ചൂടാവൽ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നാലും സാരയിൽ വെച്ചല്ലേ പറ്റും. അപ്പോൾ ഞങ്ങളൊരു 9:10 മണിക്ക് ഇറങ്ങിയത്. നല്ല വെയിലിൽ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. മുമ്പിൽ പാടം. ആനിലും മോള് നോക്കി നിൽക്കുന്നുണ്ട്, ഇവരെന്നെ കൂട്ടാണ്ട് എവിടെയാണ് പോകുന്നതെന്ന്. പിന്നെ പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, അവൾ അമ്മയുടെ ഒപ്പം ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ ഫാമിലിയിലെത്തി. അവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്തത്. കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. പിന്നെ അധികം കല്ലുള്ള വർക്കുള്ള അങ്ങനത്തെ പാർട്ടി വെയർസ് ഒന്നും അധികം നോക്കിയിട്ട് എടുത്തില്ല. ഞാൻ കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് എടുത്തത്. ഇപ്പം ചൂടല്ലേ, ചൂടിനിടാൻ പറ്റിയ ഒരു മോഡലാണ് എടുത്തത്. കുറച്ച് കളക്ഷൻ നോക്കി. കുറേ കളക്ഷൻ കുറവാണ്, കാരണം ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് എല്ലാവരും എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് വിഷു കളക്ഷനൊക്കെ എത്തുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അൽഷുമോൾ ആ സമയത്ത് കുറേ ഡ്രസ്സൊക്കെ നോക്കി. പെട്ടെന്ന് അവൾ ആനിലുമോളിന് പറ്റിയൊരു ഡ്രസ്സ് കണ്ടു. അപ്പോൾ അതെടുത്ത് നോക്കി. അവൾക്ക് പറ്റിയ വേറൊന്ന് എടുത്ത് വെച്ച് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ അവിടെ വെച്ച് വിഷുവിന് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൂട്ടിങ്ങ് പോന്നു. ഞങ്ങൾ കരിഞ്ഞുണങ്ങിപ്പോയി. ലാൽഷു എന്താ വെയിലല്ലേ, പൊരി വെയിൽ. അൽഷു ഐസ്ക്രീം വാങ്ങി. വീട്ടിലെത്തിയ ഉടനെ അൽഷു ഐസ്ക്രീമിൻ്റെ കൈക്കൽ പണി തുടങ്ങി. പിന്നെ ഞാൻ ആ ചുരിദാറൊക്കെ നല്ലോണം നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ത്രെഡ് വർക്കാണ്, നല്ലൊരു സോഫ്റ്റ് തുണിയുമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി അമ്മയമ്മൊക്കെ ഇഷ്ടപ്പെടുമെന്ന് നോക്കണം. പിന്നെ ആലുമോക്ക് ഞാനൊരു ഡ്രസ്സ് വാങ്ങിയിരുന്നു. പിന്നെ കുറേ വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സും. അവൾ വന്ന് അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് ഒരു 5 മണിക്ക് പെങ്ങളുടെ വീട്ടിൽ പോകണം എന്നാണ് വിചാരിച്ചത്. എന്തായാലും ഒരു 7 മണി 8 മണിക്കൊക്കെ ആയിരിക്കും കേക്ക് കട്ടിങ്. അപ്പോഴത്തേക്കും പോയാൽ മതി. പിന്നെ ഞങ്ങൾ വയലിലൊക്കെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് പെങ്ങളുടെ വീട്ടിലേക്ക് പോകണം. അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ബാക്കി കാണണേ. സർപ്രൈസ് ഞങ്ങളുടെ അമ്മയമോൾക്ക് ഇഷ്ടമായോ എന്ന് കാണണമെങ്കിൽ അടുത്ത വീഡിയോയിൽ വരിക. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ നിങ്ങൾക്ക് ഇനിയും വരുന്ന വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.